ഹലോ, എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ എബിയുടെ പപ്പയുണ്ട്, നമ്മുടെ ക്യാമറമാൻ കേട്ടോ. അപ്പൊ ഈ സൺഡേ ആകുമ്പോ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്ത് അധിക ദിവസം പോവാറുണ്ട്. ഒന്നുമില്ലെങ്കിലും കുറച്ച് സാധനങ്ങൾ കഴിക്കാനെങ്കിലും പോകും. അപ്പൊ അങ്ങനെ ഇന്ന് നമ്മള് എബിയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവാട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിങ്. അവന് പപ്പയ്ക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവനും ഇഷ്ടമാണ്. അപ്പൊ ഒരു വടി കിട്ടുകയാണെങ്കിൽ അപ്പ അതിലൊരു കയറ് കെട്ടിയിട്ട് അവനത് ചൂണ്ടലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും അധിക ദിവസവും അവന് പപ്പ വരുന്ന സമയത്ത് പറയാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് അവന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പൊ അന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മള് വെറുതെ ഒന്ന് ചൂണ്ടലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവന് വയ്യാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നിർത്തി പോവുകയും ചെയ്തു. അപ്പൊ ഇന്ന് നമ്മള് ആ ഒരു കോറി തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പോയാലോ. അപ്പൊ എബിനെ ഞങ്ങള് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം പാൻറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇട്ട് കൊടുത്തത്. കാരണം അവിടെ നല്ല കൊതുകായിരിക്കും, കാരണം റബ്ബർ തോട്ടത്തിന്റെ അടുത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു പ്രിക്കോഷനൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ശരി, പോവാ. നമ്മൾ എത്തിട്ടോ തിരുവാലി കൊളക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ കോറി ഉള്ളത്. അപ്പൊ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, നല്ല ഹൈറ്റില് ആണ് നമ്മളെ കോറി. നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പൊ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, അതും കൂടെ കാണണേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ദേ ഈ ബാഗിലുണ്ട്. അപ്പൊ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചും കൂടി തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ഈ കോറി നിൽക്കുന്നത്. എത്ര കാലം എവിടെ പണിയെടുത്തായിരിക്കും ഈ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചൂണ്ടയിടാൻ വരാറുണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്തേക്ക് കേട്ടോ. ഇവിടെ നിൽക്കും. പിന്നെ അതുപോലെ കുറച്ച് റബ്ബറിൻ്റെ അതിലൂടെ കയറിയിട്ട് അപ്പുറത്തേക്കും പോവാം. അവിടെ ആകുമ്പം കുറച്ച് തണലും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ ഇതിലൂടെ വന്നാലും ഇങ്ങനെ ചളി. അയ്യോ, അന്ന് ഇത്രയ്ക്കൊന്നും വെള്ളം വന്നിട്ടില്ല. ഇതിപ്പോ ഈ നല്ല മഴയുണ്ടാവും. വേണ്ട, അന്ന് ഇത്രയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ നടക്കുന്ന വഴിയിലൊന്നും. ഇപ്പൊ ഇവിടെ ഒക്കെ വെള്ളമായിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഭംഗിയുണ്ട് കാണാനുണ്ട് ഇവിടെ. അതാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഈ ഫിഷിങ്ങിന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നൊക്കെ എനിക്ക് ബോറിംഗ് ആണ്. പക്ഷെ ഇവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കൂടെ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊന്ന് പുറത്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ മെയിൻ ഐറ്റം, ഫിഷിംഗ് പോൾ റോഡ്. അപ്പൊ ഇത് നമ്മള് കുറെ മുൻപ് ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഒരു 1000 സംതിങ് ആയിട്ട് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല സാധനം കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, 8 അടിയോളം എങ്ങാണ്ട് ഉണ്ടാവില്ല മനോട്ടാ. അപ്പോൾ പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓരോ സെഗ്മെന്റ് ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നീളം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആ കുട്ടി ചൂണ്ടൽ ഇതാട്ടോ എബിന്റെ ചൂണ്ടല്. ഇത് പണ്ടത്തെ ചൂണ്ടലിന്റെ ഒരു ഭാഗമാണ്. അത് അവനും കൂടെ റെഡിയാക്കി പോകുന്നതാണ്. പിന്നെ ഇതാട്ടോ നമ്മുടെ കൊളുത്ത്. നമ്മുടെ പോൾ റോഡിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ അതിൻ്റെ ത്രെഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ മുൻപ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഇതിലൊന്നും പോവാറില്ല അവനോട്ടൻ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇനി പപ്പയ്ക്ക് കൊടുക്കൂ കുഞ്ഞോ. ഇങ്ങനെയാട്ടോ അതെടുക്കുക.
ഇത്രയും ലെങ്ത് വന്നിട്ടുണ്ട്. പിടിക്കണം ഡബി. ഇതാ ഇത്രയും ലെങ്ത്തിൽ വരും. അപ്പം നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുക്കാനൊക്കെ പറ്റൂ കേട്ടോ. നമ്മൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ ആ ത്രെഡ് കിട്ടുകയാണ്. ഇല്ലേ, വെള്ളത്തിലെത്തുന്നില്ലേ? അപ്പൊ ഇതേ മണ്ണിരേനെ എടുത്തു നമ്മുടെ കുളത്തിൽ ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. എനിക്ക് ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു ജീവനുള്ള ജന്തുവിനെയാണ് ആ ജീവനോട് അതിൽ കോർക്കുന്നതെന്ന്. ആ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ എങ്ങനെ ക്ലിയർ ഉണ്ടോയെന്നൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു മൂടി നിൽക്കുകയാണ്, മഴ മൂടി നിൽക്കുന്നുണ്ട്, അതുപോലെ ചെറിയൊരു വെയിലിൻ്റെ ചൂടും ഉണ്ട്. അപ്പം മൊത്തത്തിൽ ലൈറ്റ് എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. എബിക്ക് സങ്കടം, അവന് ഇവിടുന്ന് അവൻ്റെ ചൂണ്ടലെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള അങ്ങോട്ട് പോട്ടെ. ആയിട്ടില്ല, അമ്മ പിടിക്കട്ടെ. അവിടെ ആകുമ്പോൾ അധികം ആഴല്ലാണ്ട് ധൈര്യത്തിൽ നിൽക്കാം. ചെളിക്ക് പോവല്ലേ? ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. മതി 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 മതി. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ആ നീട്ടോ. അയ്യോ, അമ്മൻ്റെ കുട്ടി ചൂണ്ടലിടുക. ആ എടുക്കല്ലേ, അവിടെ വെച്ച് നിന്നോ. നമ്മുടെ കുട്ടി ചൂണ്ടലുകാരൻ. നോക്കട്ടെ നോക്കട്ടെ, ഇവിടെ നോക്ക്. വേണ്ട, അത്ര മതി. വേണ്ട, ഇവിടെ നിന്നാ മതി. പതുക്കെ പോണം. ആ ഇല്ലേ, ആ കൊറേ നേരം ഇങ്ങനെ കാത്തു നിക്കണം, അപ്പോഴേ മീമിനെ കിട്ടൂ. ഇപ്പൊ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മളിത് സ്ഥലം മാറിയപ്പം അത് ആ വന്ന സ്ഥലത്താട്ടോ ഇപ്പൊ ഇരിക്കുന്ന. ആ പൂളപ്പൊരി ഉണ്ട് കേട്ടോ. കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാ പോകുന്നത്. അപ്പൊ കാര്യമായിട്ട് നടക്കുന്നത് അതാണ്. ബേബിന്റെ കയ്യില് അവന് കപ്പപ്പൊരി ഉണ്ട്. ഇപ്പൊ ചെറുതായിട്ട് ആ ചുണ്ടനൊരു അനക്കുണ്ട്. ആ പൊങ്ങിന് ചെറുതായിട്ട് ഒരു അനക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നേരത്തെ ആക്ച്വലി ഒരു പരല്, കുറച്ചൊരു വലിപ്പമുള്ള ഒരു പരലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിന് വെയിറ്റ് ചെയ്ത് മനോട്ടിന് അത് പിന്നെ എടുത്തപ്പോഴത്തേക്കും അതെങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടുത്തത് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ആ പൊങ്ങ് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് ഇതിൽ കുറച്ച് നേരം കളിക്കാൻ പറ്റിയ എന്നുള്ള സന്തോഷത്തിലാണ് അവന്. അവൻ്റെ ചൂണ്ടലൊക്കെ മാറ്റിയിട്ടു കുറേ നേരം ഇപ്പം കളി തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ വെയിലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചെറുതായിട്ടൊന്ന് ഉറക്കുമ്പോഴത്തേക്കും നല്ല ചൂടാണ് വീട്ടിൽ. അപ്പം ഞങ്ങൾ കുടയൊക്കെ ചൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ പുറത്ത്. ഇവിടെ നല്ല ആയതുകൊണ്ട് ഈ പൊങ്ങിട്ടാലും അപ്പം അതിന് മീൻ കൊത്തുന്നത് കൊണ്ടാണോ അതോ വെള്ളത്തിൻ്റെ അനക്കം കൊണ്ടാണോ എന്നറിയില്ല, പൊങ്ങ് അനങ്ങുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ആളുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞതുപോലെ തന്നെ
ഇന്ന് നമ്മള് പകുതിക്ക് നിർത്തി പോരാട്ടോ ചെയ്ത്. പിന്നെ അധികം സമയം എബിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അവന് ചെന്ന ആ ഒരു ഉഷാറൊന്നും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പൊ നമുക്ക് 2 മീൻ കിട്ടിയിരുന്നു. ആദ്യത്തെ ഒരു മീന് കിട്ടിയത് ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് അപ്പൊ മനോട്ടിന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കുടുങ്ങിയെ കണ്ടു, അതുപോലെ തന്നെ അവിടെ വെച്ചു. അപ്പൊ ഞങ്ങള് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്ന അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്ക് അത് രക്ഷപ്പെട്ടു പോയി. അപ്പൊ അതങ്ങനെ രക്ഷപ്പെട്ടു പോയി. അപ്പൊ രണ്ടാമതൊന്നും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മള് പെട്ടെന്ന് പോരായതുകൊണ്ട് പിന്നെ അത് കൊടുത്തു. കാരണം നമുക്ക് ഒന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഒരു സിലോപ്പീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മളത് കൊടുക്കുക ചെയ്തത്. കാരണം ഒന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ വേറെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ആ രണ്ടാമത് കിട്ടിയതിനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ എബീനെ കുറച്ചു നേരം അതിൻ്റെ ഒരു മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഞങ്ങൾ അതിലൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പൊ അവനെ അങ്ങനെ കൊണ്ട് നടന്നാലും കുറച്ചു നേരം ഒന്ന് നിൽക്കും. പക്ഷെ പിന്നെയും അവന് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിർത്തി വീട്ടിലെത്തിയിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അപ്പോൾ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതും കൂടെ കാണണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ടാറ്റാ.